ട്രേഡേഴ്സ് ഇതിപ്പോൾ ഒരു ലൈവ് മാർക്കറ്റിലെ വീഡിയോ അല്ല. ഇപ്പോൾ സമയം നോക്കിയാൽ കാണാൻ പറ്റും 5:34. എനിക്ക് ഇന്നലെയും വീഡിയോ ഇടാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എൻ്റെ കുറച്ച് പേഴ്സണൽ ആവശ്യമായിട്ട് കുറച്ച് തിരക്കായിപ്പോയി. ഇന്നലെ ഞാൻ എവിടെ നിന്നായിരുന്നു എൻട്രി എടുത്തത്? ഇതാ ഈ പോയിന്റിലാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. ഇവിടെ ഒരു റീടെസ്റ്റിന് വന്നപ്പോഴാണ് ഞാൻ ഇവിടെ ആയിരുന്നു ഇന്നലെ ട്രേഡ് എടുത്ത്. ഈ ഒരു പോർഷനിൽ ഇന്നലെയും പ്രോഫിറ്റാണ് ബുക്ക് ചെയ്ത്. ഈ ഒരു പോർഷനിൽ നമ്മളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ട്രേഡ് എടുത്തത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇന്നത്തെ ട്രേഡ് ആദ്യം ഇന്നത്തെ പ്രോഫിറ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ വളരെ കുറച്ച് ഞാൻ മൊബൈലിലായിരുന്നു ട്രേഡ് എടുത്തത്. ജസ്റ്റ് ഒരു 70 ക്വാണ്ടിറ്റി കുറച്ച് എടുത്തത്. കാരണം എനിക്ക് ചാർട്ടും ഇതും കൂടെ മൊബൈലിൽ ഒരേ സമയം വ്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 827 എടുത്തു. നമ്മൾ അച്ചീവ് ചെയ്യുന്ന പോലെ തന്നെ 50 പോയിൻറ്റ്സിൻ്റെ ഒരു പ്രീമിയം വൈസ് ഒരു പോയിൻ്റ് അച്ചീവ് ചെയ്തു. ഒരു 3000+ ഒരു പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനങ്ങനെ ഓഫ്ലൈൻ കാണിക്കാൻ കാര്യം ഇല്ലെങ്കിൽ ചിലവർ പറയും നമ്മൾ ലോസ് ആയതുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്ന്. സോ അതാണ് ഞാനിപ്പം അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ജസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിക്കോളും എന്ന് വിചാരിക്കുന്നു. ഈ ഓഫ്ലൈൻ വീഡിയോ എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണെന്ന് എനിക്കറിയത്തില്ല. സോ എനിക്ക് തോന്നുന്നു 12 എത്ര മണിക്കായിരുന്നു ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ 13:10. അപ്പം 1:10 നമ്മളുടെ ട്രേഡ് എടുത്തത്. എക്സാക്ട്ലി ഈ ഒരു ക്യാൻഡിലിൻ്റെ ബ്രേക്ക് ഔട്ടിനെ മാർക്കറ്റ് ഇതിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴായിരുന്നു ട്രേഡ് എടുത്തത്. ജസ്റ്റ് ഇവിടുന്ന് അത് കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. 13:10. ഈ ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തു. ജസ്റ്റ് സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റായിരുന്നു. ഇവിടെ 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ആയിരുന്നു പ്ലേസ് ചെയ്തിരുന്നത്. ആ ഒരു ക്യാൻഡിലിൻ്റെ താഴത്തേക്ക് ഒരു ബഫർ ചെയ്ത് ഒരു 60 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു കൊടുത്തിരുന്നത്. ഇതായിരുന്നു നമ്മൾ കൊടുത്തിരുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത്. ഒരു 60 പോയിൻറ്റ്സ്. 60 ആയിരുന്നോ 25 ആയിരുന്നോ ഞാൻ കൊടുത്തതെന്ന് ഞാൻ 30 ആയിരുന്നു 25 ആയിരുന്നോ ഞാൻ കൊടുത്തതെന്ന് ഓർക്കണില്ല. 30 ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. കാരണം ഈ ക്യാൻഡിലിൻ്റെ താഴത്തേക്ക് ഒരു ബഫർ സ്പേസ് ഇട്ടായിരുന്നു ഞാൻ കൊടുത്തത്. ജസ്റ്റ് ഒരു 1 2 3 4 5 ക്യാൻഡിലിനുള്ളിൽ എത്ര ടൈമിനുള്ളിലാണ് നമ്മളുടെ ട്രേഡിൽ അച്ചീവ് ആയത്? 1:10 നമ്മളുടെ ട്രേഡിലെടുത്തു. 1:25 നമ്മളുടെ ട്രേഡ് ഒരു 25 മിനിറ്റ്സിന് നീളുന്ന ഒരു ട്രേഡായിരുന്നു. ജസ്റ്റ് ഒരു 920 എത്രയായിരുന്നു 827 നമുക്ക് നമ്മുടെ എൻട്രി കിട്ടിയത്. 877 നമ്മൾ നമ്മളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെ ഓവറോൾ ഒരു 3000+ ഒരു പ്രോഫിറ്റാണ് ഇന്ന് ബുക്ക് ചെയ്തത്. ക്വാണ്ടിറ്റി കുറച്ചെടുക്കാനുള്ള കാരണം ഞാൻ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടി എടുത്തതിന്. എനിക്ക് നല്ലൊരു വ്യൂ ഉള്ളൊരു കാരണം. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കലും പെട്ടെന്ന് മൊബൈലിലെല്ലാം കൂടെ നടക്കില്ല. 2 മൊബൈൽ വെച്ചിട്ടല്ല, ഒരൊറ്റ സിംഗിൾ മൊബൈൽ വെച്ചിട്ട് അതിലായിരുന്നു ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. ഞാൻ വഴിയിലായിരുന്നു, സിസ്റ്റം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. അപ്പോൾ എൻ്റെ മറ്റ് ബിസിനസ് തിരക്കുകളുമായിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. സോ അതുകൊണ്ടാണ് ഇന്നലെയും എനിക്കതായിരുന്നു പ്രശ്നം. നാളെ ഇനിയിപ്പോൾ ഓക്കെ, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് നമുക്ക് റെഗുലർ വീഡിയോ ഇടാം. ഇപ്പം ഇന്നത്തെ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഓഫ്ലൈൻ ലൈവ് ട്രേഡ് അല്ലാത്ത ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിടുന്നത്. ഇപ്പോൾ സമയം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഞാൻ വന്ന ഉടനെ ഒരു 5:30 ആയിട്ടുണ്ട്. ഞാൻ വന്ന ഉടനെ തന്നെ ഞാനെങ്കിൽ അങ്ങനെ ഒരു വീഡിയോയുടെ അപ്ഡേറ്റ് ഇടാമെന്ന് ഓർത്താണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇതായിരുന്നു ഇന്നത്തെ ട്രേഡും ലോജിക്കും. ഇതാണ് ഇന്നത്തെ നമ്മളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. എനിവേസ്, താങ്ക് യു, ബൈ.